ഹായ് ഓൾ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സാമ്പിളിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ എസ് ഒക്കെ ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യനാണ് എന്ത് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പിളിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സെലക്ടിങ് റെപ്രസെൻറ്റേറ്റീവ് യൂണിറ്റ്സ് ഫ്രം ആൻ എൻ്റയർ പോപ്പുലേഷൻ ഓഫ് ദ സ്റ്റഡി. നമുക്ക് പഠിക്കാനുള്ള പോപ്പുലേഷൻ, നമ്മൾ പഠിക്കാൻ വേണ്ടി വിചാരിച്ചിരിക്കുന്ന പോപ്പുലേഷനിൽ നിന്ന് അതിന് വേണ്ടിയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റയർ പോപ്പുലേഷൻ നമുക്ക് പഠിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടി അതിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് യൂണിറ്റ്സിനെ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നൊരു പ്രോസസ്സാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സാമ്പിളിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരിക്കലും ഒരു പുതിയ ഡെവലപ്മെൻ്റ് അല്ല, പക്ഷേ നമ്മൾ വിചാരിച്ചിരിക്കുന്ന എന്താണ് നമ്മുടെ ടാർഗറ്റ് പോപ്പുലേഷൻ, നമ്മൾ ആർക്കാണ് ഈ ഒരു റിസർച്ച് അല്ലെങ്കിൽ ഒരു സ്റ്റഡി നടത്താൻ പോകുന്നത്, ആ ഒരു എൻ്റയർ പോപ്പുലേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേറ്റീവ് യൂണിറ്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാരണം നമുക്ക് എൻ്റയർ പോപ്പുലേഷനെയും തമ്മിൽ പോയിട്ട് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പിളിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് സെലക്ടിങ് റെപ്രസെൻറ്റേറ്റീവ് യൂണിറ്റ് ഫ്രം ആൻ എൻ്റയർ പോപ്പുലേഷൻ ഓഫ് ദ സ്റ്റഡി. Sampling is not a new development, but in recent time it is used by people in all fields, even day-to-day life, to get an understanding about society, opinions, or situation. For example, a grain buyer takes a handful of grain to get an idea about entire bag of grains. അല്ലേ, നമ്മളിപ്പോൾ തന്നെ ചോറ് തിളച്ചോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്, ചോറ് വെന്തോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ അരിയും ഞെക്കി നോക്കത്തില്ലല്ലോ, ഒരു അരി മാത്രമേ നോക്കത്തുള്ളൂ. അപ്പോൾ അതാണ് ആ എൻ്റയർ പോപ്പുലേഷൻ, ആ കലത്തിരിക്കുന്ന ഫുള്ള് അരിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എടുത്ത് നോക്കുന്ന 2-3 അരി, നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന 2-3 അരിയാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്, സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് ആണ് ഈ സാമ്പിളിങ്ങിന് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടെർമിനോളജീസ് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് പോപ്പുലേഷൻ? റിസർച്ചിന് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പോപ്പുലേഷനെ വിളിക്കുന്ന പേരാണ്. ആ പോപ്പുലേഷനിലുള്ള അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ എല്ലാത്തിൻ്റെയും അഗ്രിഗേറ്റ് ആണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. പോപ്പുലേഷൻ ഈസ് ദ അഗ്രിഗേഷൻ ഓഫ് ഓൾ യൂണിറ്റ് അല്ലെങ്കിൽ ഓൾ യൂണിറ്റ്സ് ഇൻ വിച്ച് ദ റിസർച്ചർ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ സ്റ്റഡി. ഓക്കെ, അപ്പോൾ അതാണ് പോപ്പുലേഷൻ. ടാർഗറ്റ് പോപ്പുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും റിസർച്ച് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന പ്രീഡിഫൈൻഡ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന പീപ്പിളിനെ വിളിക്കുന്ന പേരാണ്, പീപ്പിളിൻ്റെ ഒരു ഗ്രൂപ്പാണ്, ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിളിനെ വിളിക്കുന്ന പേരാണ് ടാർഗറ്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് എക്സസിബിൾ പോപ്പുലേഷൻ. ആ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ എല്ലാ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ പോപ്പുലേഷനും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലേ. അപ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോപ്പുലേഷനെ വിളിക്കുന്നതാണ് ആക്സസിബിൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സാമ്പിളിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞ ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് സെലക്ടിങ് റെപ്രസെൻറ്റേറ്റീവ് യൂണിറ്റ് ഫ്രം എ പോപ്പുലേഷൻ അണ്ടർ ദ സ്റ്റഡി. അതാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്, ഒരു പ്രോസസ്സാണ്. സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഡിഫൈൻഡ് എസ് റെപ്രസെൻറ്റേറ്റീവ് യൂണിറ്റ് ഓഫ് എ ടാർഗറ്റ് പോപ്പുലേഷൻ. നമ്മുടെ ടാർഗറ്റ് പോപ്പുലേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവ് യൂണിറ്റിനെയാണ് സാമ്പിൾ എന്ന് പറയുന്നത്. ആ റെപ്രസെൻറ്റേറ്റീവ് യൂണിറ്റിനെ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ വിളിക്കുന്നവരാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇനി എലമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ദ ഇൻഡിവിജ്വൽ എൻറ്റൈറ്റീസ് ദറ്റ് കംപ്രൈസ് ദ സാമ്പിൾ ആൻഡ് പോപ്പുലേഷൻ. അതായത് സാമ്പിളും പോപ്പുലേഷനും എല്ലാവരും അടങ്ങിയിട്ടുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് എലമെൻ്റ് എന്ന് പറയുന്നത്. സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് എ ലിസ്റ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഓർ സബ്ജക്ട്സ് ഇൻ ദ പോപ്പുലേഷൻ ഫ്രം വിച്ച് ദ സാമ്പിൾ ഈസ് ഡ്രോൺ. നമ്മൾ സാമ്പിൾ എടുത്ത പോപ്പുലേഷനില്ലേ, ആ പോപ്പുലേഷൻ്റെ കുറച്ച് എലമെൻറ്റ്സ്, ഇപ്പം ഏജ് ആകാം, ജെൻഡർ ആകാം, അല്ലെങ്കിൽ ഒക്കുപ്പേഷൻ ആകാം, അങ്ങനെ കുറച്ച് എലമെൻറ്റ്സ് ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരാണ് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. സാമ്പിളിംഗ് ഇറർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ മെയിൻ പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ കുറച്ച് ക്രൈറ്റീരിയ ഒക്കെ വെച്ചിട്ടായിരിക്കുമല്ലോ സാമ്പിളിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ക്രൈറ്റീരിയയിൽ നിന്ന് ആ ഒരു സിമിലാരിറ്റി, അതായത് ഒരു സാമ്പിളിൽ നിന്ന് വേറൊരു സാമ്പിളിലേക്ക് തമ്മിലുണ്ടാകുന്ന ആ ഒരു ഡിഫറൻസ്, അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു സാമ്പിളിംഗ് ഇറർ എന്ന് പറയുന്നത്. ഈ സാമ്പിളിംഗ് ബയസ് എന്ന് പറയുമ്പോഴത്തേക്കും സാമ്പിൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡിസ്റ്റോർഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്, അതാണ് സാമ്പിളിംഗ് ബയസ്. സാമ്പിളിംഗ് പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഫോർമൽ പ്ലാനാണ്. നമ്മൾ എങ്ങനെയാണ് ഈ സാമ്പിളിനെ കളക്ട് ചെയ്യേണ്ടത്, സാമ്പിളിനെ സെലക്ട് ചെയ്യേണ്ടത്, അതിൻ്റെ സാമ്പിളിൻ്റെ സൈസ്, അതുപോലെ തന്നെ സബ്ജക്റ്റൊക്കെ സെലക്ട് ചെയ്യേണ്ട ആ ഒരു പ്രൊസീജിയർ, അപ്പോൾ അതൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫോർമൽ പ്ലാനാണ് ഈ സാമ്പിളിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള ടെർമിനോളജി. വലിയ കാര്യമൊന്നുമില്ല, നമ്മുടെ പോപ്പുലേഷനും സാമ്പിളിങ്ങും സാമ്പിൾ എന്തുവാണ്, ഈ സാമ്പിളിംഗ് ഫ്രെയിം എന്തൊക്കെയാണെന്നതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പർപ്പസ് ഓഫ് സാമ്പിളിംഗ് ആണ്. അതിന് മുന്നേ നമ്മൾ സാമ്പിളിങ്ങിൻ്റെ ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് കാണാൻ പോകുന്നത്. ഓക്കെ,
സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പോപ്പുലേഷനെയാണ് എൻ്റയർ പോപ്പുലേഷനായിട്ട് വെച്ചിരിക്കുന്നത്. ഫിഗർ 8.1 നോക്കുവാണെങ്കിൽ ആ പോപ്പുലേഷനകത്ത് നമ്മൾ നമ്മുടെ സ്റ്റഡിയുടെ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ടാർഗറ്റ് പോപ്പുലേഷൻ. അതിനകത്ത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് ആക്സസബിൾ പോപ്പുലേഷൻ. ഈ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരിലും കുറച്ച് ആൾക്കാരെ നമ്മൾ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് സെലക്ട് ചെയ്യുന്നതാണ് സാമ്പിൾ എന്ന് പറയുന്നത്. അതിനകത്ത് നിന്ന് എടുക്കുന്നതാണ് സബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ഹാവ് ടു ലുക്ക് ഓൺ ടു ദി പർപ്പസസ് ഓഫ് സാമ്പിളിംഗ്. എന്തൊക്കെയാണ് പർപ്പസസ്? നമുക്ക് 4 പർപ്പസസാണ് സാമ്പിളിങ്ങിനുള്ളത്. എക്കണോമിക്കൽ, ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് ഡേറ്റ, ക്വിക്ക് സ്റ്റഡി റിസൾട്ട്, പ്രിസിഷൻ ആൻഡ് ആക്യുറസി ഓഫ് ഡേറ്റ. എക്കണോമിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ എൻ്റയർ പോപ്പുലേഷനെ പോയി മോസ്റ്റ് ഓഫ് ദ കേസിനും റിസർച്ചർ എൻ്റയർ പോപ്പുലേഷനെ പോയി സ്റ്റഡി ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ടൈം പ്രശ്നമാണ്, മണി പ്രശ്നമാണ്, റിസോഴ്സസ് ഒക്കെ പ്രശ്നമാണ്. അപ്പം ഫുൾ കാര്യങ്ങളും പ്രശ്നമാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും സേവ് ചെയ്യാനായിട്ട് ഈ ഒരു സാമ്പിളിംഗ് വഴി പറ്റും. അതാണ് എക്കണോമിക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സാമ്പിളിംഗ് എന്താണ്? എക്കണോമിക്കൽ ഓപ്ഷനാണ് റിസർച്ചറിന് വേണ്ടിയിട്ട് എംപിരിക്കൽ എവിഡൻസസ് ഇതാക്കാൻ വേണ്ടിയിട്ട്. അതാണ് എക്കണോമിക്കൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് ഡേറ്റ. നമുക്ക് കിട്ടുന്ന ഡേറ്റയുടെ ക്വാളിറ്റി ഇമ്പ്രൂവ്ഡ് ആയിരിക്കും. അതായത് നമ്മൾ കുഞ്ഞു കാര്യങ്ങൾ തന്നെ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് വർക്ക് നമ്മൾ ഒരാൾ എടുക്കുന്നതും തോനെ വർക്ക് എടുക്കുന്ന ഒരാളും തമ്മിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വർക്ക് എടുക്കുന്ന ആളുടെ ആ ഒരു വർക്ക് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും അല്ലേ. അത് പ്രൂവ് ചെയ്തിട്ടുള്ളൊരു ഫാക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഔട്ട്കമ്മിൻ്റെ ക്വാളിറ്റിയും ഒക്കെ നല്ലതായിരിക്കും. അപ്പം ലെസർ നമ്പർ ഓഫ് അല്ലെങ്കിൽ ലെസർ പോപ്പുലേഷൻ അല്ലെങ്കിൽ പീപ്പിളിനെ ഹാൻഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഓഫ് ഡേറ്റ അല്ലെങ്കിൽ ഔട്ട്കം ഇമ്പ്രൂവ്ഡ് ആയിരിക്കും, നല്ല ക്വാളിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പം റിസർച്ചറിനും ഈസിയാണ്, ക്വാളിറ്റി ഓഫ് ഡേറ്റേനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഹെൽപ്പ് ഉണ്ട്. അപ്പം ഇറ്റ് ഈസ് ഈസർ ടു മെയിൻറ്റെയിൻ ദ ക്വാളിറ്റി ഓഫ് റിസർച്ച് വർക്ക് വിച്ച് വുഡ് നോട്ട് ബി പോസിബിൾ ഇൻ കേസ് ഓഫ് എൻ്റയർ പോപ്പുലേഷൻ. എൻ്റയർ പോപ്പുലേഷനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഒരു ക്വാളിറ്റി കിട്ടണമെന്നില്ല. അതാണ് ഇമ്പ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് ഡേറ്റ. അപ്പം എക്കണോമിക്കലാണ്, ക്വാളിറ്റി ഓഫ് ഡേറ്റ ഇമ്പ്രൂവ്ഡ് ആണ്. പിന്നെ ക്വിക്ക് സ്റ്റഡി റിസൾട്ട്, നമുക്ക് കുറച്ച് വരെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യാം, സ്റ്റഡിയുടെ റിസൾട്ട് കിട്ടും. അതാണ് വൺ ഓഫ് ദ മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ എവറി റിസർച്ചർ. മിക്ക റിസർച്ചറിനെ എത്രയും പെട്ടെന്ന് കാര്യം അങ്ങ് തീർക്കണം എന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്നായിട്ടുള്ള സ്റ്റഡി റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും ഹെൽപ്പ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് പ്രിസിഷൻ ആൻഡ് ആക്യുറസി ഓഫ് ഡേറ്റ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, കുറച്ച് ആൾക്കാരായിട്ട് അല്ലെങ്കിൽ കുറച്ച് പീപ്പിളുമായിട്ട് ഹാൻഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഓഫ് ഡേറ്റ ഇൻക്രീസ് ചെയ്യാമെന്നല്ലേ. അപ്പോൾ ആ ഒരു ഡേറ്റയുടെ പ്രിസിഷനും ആക്യുറസിയും ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കണ്ടക്ടിങ് എ സ്റ്റഡി ഓൺ ആൻ എൻ്റയർ പോപ്പുലേഷൻ പ്രൊവൈഡ്സ് റിസർച്ചർ ബിക്കം എൻ്റയർ പോപ്പുലേഷനകത്ത് സ്റ്റഡി കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഒരു ബേർഡൻ ആയിരിക്കും ആ റിസർച്ചറിന് ഉണ്ടാകുക അല്ലേ. അപ്പോൾ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ സ്മോൾ സാമ്പിളിനെ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹെൽപ്പ് ദ റിസർച്ചർ ടു ജനറേറ്റ് മോർ പ്രിസൈസ് ഡേറ്റ. കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ടുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്? ഈ ഒരു റിസർച്ചിനെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡേറ്റയും റിസർച്ചറിനെ ഈസി ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റും, പ്രിസിഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡേറ്റയും ഈസിയർ ആകും. അപ്പോൾ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു എസ്റ്റാബ്ലിഷ് എ ബെറ്റർ റാപ്പോർട്ട് വിത്ത് എ സാമ്പിൾ ദസ് ടു കളക്ട് മോർ ആക്യുറേറ്റ് ഡേറ്റ. അപ്പം സാമ്പിളുമായിട്ട് ഒരു റാപ്പോർട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഡേറ്റയും കിട്ടും. കുറച്ച് ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ സാമ്പിളുമായിട്ട് ഇതാകുമ്പോഴത്തേക്കും പ്രിസൈസ് ആയിട്ടുള്ള ഡേറ്റാസ് കിട്ടും. അതുപോലെ തന്നെ ഈസി ആയിരിക്കും ഇൻ്റർപ്രറ്റ് ചെയ്യാൻ. പ്രിസൈസ് ആയിട്ടുള്ള ഡേറ്റ കിട്ടും, ആ ഡേറ്റ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും, ഈസിയർ ആയിരിക്കും, ക്വിക്കർ മെത്തേഡ് ആയിരിക്കും, നേരത്തെ പറഞ്ഞതൊക്കെ. അത് കൂടാതെ സാമ്പിളുമായിട്ട് ഒരു നല്ല റാപ്പോ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നല്ല ആക്യുറേറ്റ് ആയിട്ടുള്ള ഡേറ്റയും കൂടെ കളക്ട് ചെയ്യാൻ പറ്റും. ദസ് എ സാമ്പിൾ ഹെൽപ്സ് ടു ജനറേറ്റ് പ്രിസൈസ് ആൻഡ് ആക്യുറേറ്റ് ഡേറ്റ ഇൻ റിസർച്ച് സ്റ്റഡീസ്. അപ്പോൾ പർപ്പസ് ഓഫ് സാമ്പിളിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് എക്കണോമിക്കലാണ്, ക്വിക്കർ ആൻഡ് ഈസിയർ ആണ്, പിന്നെ ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് ഡേറ്റ ആയിരിക്കും, പ്രിസൈസ് ആൻഡ് ആക്യുറസി ഓഫ് ദ ഡേറ്റ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പർപ്പസസ് ഓഫ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ഹാവ് ടു ലുക്ക് ഓൺ ടു ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് സാമ്പിൾ. ഒരു നല്ല സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം? അത് റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കണം. നമ്മൾ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് എന്നൊക്കെ പറയത്തില്ലേ, എന്ന് വെച്ചാൽ അയാളെ റീപ്ലേസ് ചെയ്യാൻ വേറെ ആരുമില്ല, അല്ലെങ്കിൽ അയാൾ പോയി കഴിഞ്ഞാൽ വേറെ ആരുമില്ല. അതാണ് റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുന്നത്. റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും ക്ലോസർ റിലേറ്റഡ് ടു ദോസ് ഓഫ് ദ പോപ്പുലേഷനുമായിട്ട് ഭയങ്കര റിലേറ്റ് ചെയ്തിട്ടുള്ള ആളായിരിക്കും. റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഈ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിളിൻ്റെ അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സാമ്പിളിൻ്റെ റിസൾട്ട് ആയിരിക്കും നമ്മൾ ആ ഒരു പോപ്പുലേഷനെ മൊത്തത്തിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ആണ് ഒരു സാമ്പിൾ എന്നുണ്ടെങ്കിൽ ആ ഒരു സാമ്പിളിനെ വേറൊരു സാമ്പിൾ വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത ഫ്രീ ഫ്രം ബയസ് ആൻഡ് എറേഴ്സ്. നമുക്ക് ബയസും ഉണ്ടാകത്തില്ല, എറേഴ്സും ഉണ്ടാകത്തില്ല. കാരണം നമ്മൾ കുറച്ച് ആൾക്കാരെയാണ് ഇതാക്കിയിരിക്കുന്നത്. ഓക്കെ,
റാൻഡം അപ്പോൾ സാമ്പിളിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിൽ നിന്നൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ മീൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ സാമ്പിളിനെ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പിൾ എറേഴ്സും സാമ്പിൾ ബയസും ഒക്കെ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ ഓർ ഇൻകംപ്ലീറ്റ്നെസ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റെപ്രസെൻറ്റേറ്റീവ് പോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കംപ്ലീറ്റ്നെസ് ഉണ്ടാകത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്നെസ് ഇൻകംപ്ലീറ്റ്നെസ് ആയിരിക്കാൻ പാടില്ല. അതായത് ആ ഒരു സാമ്പിളിന് അത് ഇൻകംപ്ലീറ്റ് ആകാനും പാടില്ല, അതായത് ഫുൾ കംപ്ലീറ്റ് ആയിരിക്കണം. അത് കൂടാതെ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഒരാളെ കയറ്റാനും പാടില്ല, അതായത് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഒരു സാമ്പിളിനെ വെക്കാനും പാടില്ല. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സാമ്പിൾ സൈസ് ആയിരിക്കണം. നമുക്ക് കുറേ ഇക്വേഷൻസ് ഫ്രീക്വൻസി അസസ് ചെയ്തിട്ട് അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് അസസ് ചെയ്തിട്ടൊക്കെ കുറേ നമുക്ക് ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാമ്പിൾ സൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്രോപ്രിയേറ്റ് സാമ്പിൾ സൈസ് ആയിരിക്കണം. അപ്പോൾ ജനറലി ഇറ്റ് ഈസ് ബിലീവ്ഡ് that in quantitative studies the larger sample size better is the probability of goodness of the sample. അപ്പം സാമ്പിളിൻ്റെ ഗുഡ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്താണ് സാമ്പിൾ സൈസ് കുറച്ച് വലിയ സാമ്പിൾ സൈസ് ആണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയിലുള്ള സാമ്പിളായിരിക്കും കിട്ടുക. ഓക്കെ, പക്ഷേ ക്വാളിറ്റേറ്റീവ് സ്റ്റഡീസിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നില്ല. കാരണം സാമ്പിൾ സൈസ് ഒത്തിരി ആയിക്കഴിഞ്ഞാലും റിസർച്ചറിന് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് സാമ്പിൾ. റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കണം, അതുപോലെ തന്നെ നോ സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഇൻകംപ്ലീറ്റ്നെസ് ആയിരിക്കും. പിന്നെ ബയസിൽ നിന്നും ഫ്രീ ഫ്രം ബയസ് ആൻഡ് എറേഴ്സ്, അതുപോലെ തന്നെ സാമ്പിൾ സൈസ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സാമ്പിൾ സൈസ്. ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് സാമ്പിളിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. Next we have to discuss regarding what is the sampling process. Sampling process എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പിളിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സെലക്ടിങ് എ പാർട്ട് ഓഫ് ദ ഡിസൈഡ് പോപ്പുലേഷൻ. നമ്മൾ ഡിസൈഡ് അല്ലെങ്കിൽ അസൈൻഡ് ആയിട്ടുള്ള പോപ്പുലേഷനിൽ നിന്നൊരു പാർട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ യൂണിറ്റ്, ഒരു റെപ്രസെൻറ്റേറ്റീവ് യൂണിറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു ടു റെപ്രസെൻറ്റ് ദ എൻ്റയർ പോപ്പുലേഷൻ. എൻ്റെ പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു റെപ്രസെൻറ്റേറ്റീവ് യൂണിറ്റ് അല്ലെങ്കിൽ ഒരു സ്മോൾ പാർട്ട് സെലക്ട് ചെയ്യുന്നു അസൈനിങ് പോപ്പുലേഷനിൽ നിന്ന്. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുമ്പോഴാണ് സാമ്പിളിംഗ്. ആ പ്രൊസീജിയർ എന്ന് പറയുന്നത് വളരെ സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. അതുപോലെ തന്നെ ഡേറ്റ ബയസൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട് നമ്മൾ ഈ ഒരു സാമ്പിളിംഗ് പ്രോസസ്സിലൂടെ. അതുപോലെ തന്നെ സാമ്പിളിംഗ് പ്രോസസ്സ് എൻറ്റെയിൽ ദ ഫോർമേഷൻ ഓഫ് സ്പെസിഫിക് ക്രൈറ്റീരിയ ഫോർ സെലക്ഷൻ. നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി സ്പെസിഫിക് ക്രൈറ്റീരിയാസ് ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സാമ്പിളിംഗ് പ്രോസസ്സ് നമ്മൾ ഫ്രണ്ടിൽ എഴുതേണ്ടത്. എന്താണ് സാമ്പിളിംഗ് പ്രോസസ്സ്? അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്, സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. അതുപോലെ തന്നെ സാമ്പിളിംഗ് പ്രോസസ്സിലൂടെ നമുക്ക് ബയസ് ഒരു ഡേറ്റ ബയസിൻ്റെ നമുക്ക് അത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സെലക്ഷന് വേണ്ടിയിട്ട് സ്പെസിഫിക് ക്രൈറ്റീരിയാസ് സാമ്പിളിംഗ് പ്രോസസ്സിൽ ഉണ്ട്. അടുത്തത് ഇനി എന്തൊക്കെ സ്റ്റേജസിലൂടെയാണ് സാമ്പിളിംഗ് പ്രോസസ്സ് കടന്നു പോകുന്നത്? നമുക്ക് മെയിനായിട്ടും 7 സ്റ്റേജസാണ് ഉള്ളത്. അപ്പോൾ സാമ്പിളിംഗ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 8 സ്റ്റേജാണ്. ഫസ്റ്റ് എന്ന് വെച്ചാൽ ഐഡൻറ്റിഫൈങ് ആൻഡ് ഡിഫൈനിങ് ദ ടാർഗറ്റ് പോപ്പുലേഷൻ. നമ്മൾ ടാർഗറ്റ് പോപ്പുലേഷൻ ഏതാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അത് നമ്മൾ ഡിഫൈൻ ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സാമ്പിളിംഗ് പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ടാർഗറ്റ് പോപ്പുലേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. ടാർഗറ്റ് പോപ്പുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ റിസർച്ചറിൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റിലുള്ള എല്ലാ പോപ്പുലേഷനെ വിളിക്കുന്ന പേരാണ് മെയിനായിട്ടുള്ള പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ടാർഗറ്റ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ റിസർച്ചറിൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റിലുള്ള ആ ഒരു ആ സ്റ്റഡിയുടെ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്ന പീപ്പിൾ അല്ലെങ്കിൽ സബ്ജക്ട്സിൻ്റെ ടോട്ടൽ ഗ്രൂപ്പ്, അതാണ് ടാർഗറ്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഈ ടാർഗറ്റ് പോപ്പുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇൻഫർമേഷൻ അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ നമുക്ക് റിസർച്ചറിന് ജനറലൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് എസെൻഷ്യൽ സ്റ്റേജ് ഓഫ് ദ സാമ്പിളിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ആൻഡ് എസെൻഷ്യൽ സ്റ്റെപ്പ് ഓഫ് ദ സാമ്പിളിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റേജ് ഓഫ് ദ സാമ്പിളിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിഫൈനിങ് ദ ടാർഗറ്റ് പോപ്പുലേഷൻ എന്നുള്ളതാണ്. അടുത്ത രണ്ടാമതാണ് ഡിസ്ക്രൈബിംഗ് ദ അക്സസിബിൾ പോപ്പുലേഷൻ ആൻഡ് എൻഷറിംഗ് സാമ്പിളിംഗ് ഫ്രെയിം. നമ്മുടെ അക്സസിബിൾ പോപ്പുലേഷൻ, നമ്മൾ ടാർഗറ്റ് പോപ്പുലേഷൻ സെറ്റാക്കി ഇനി അക്സസിബിൾ പോപ്പുലേഷൻ എന്ത് ചെയ്യണം? നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ സാമ്പിളിംഗ് ഫ്രെയിം നമ്മൾ എൻഷർ ചെയ്യണം. സാമ്പിളിംഗ് ഫ്രെയിം എന്ന് വെച്ചാൽ എന്താണ്? ഏതൊക്കെ എലമെൻറ്റ്സ് ആണ്, അല്ലെന്നുണ്ടെങ്കിൽ
അല്ലെങ്കിൽ സബ്ജക്ട്സ് ആണ് ആ ഒരു പോപ്പുലേഷനകത്ത് നമ്മൾ സാമ്പിളിന് എടുക്കാനുള്ള ഒരു എന്തൊക്കെ ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ ആ ഒരു എലമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ സാമ്പിളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ക്രൈറ്റീരിയാസ് ആണ്, ആ ഒരു ക്രൈറ്റീരിയസ് അല്ലെങ്കിൽ ആ ഒരു എലമെൻറ്റ്സ് ആണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അക്സസിബിൾ പോപ്പുലേഷൻ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക. ആദ്യം നമ്മൾ ടാർഗറ്റ് പോപ്പുലേഷനെ ഐഡൻറ്റിഫൈ ചെയ്തു, അതിനെ ഡിസ്ക്രൈബ് ചെയ്തു. നെക്സ്റ്റ് അക്സസിബിൾ പോപ്പുലേഷൻ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തു, അതുപോലെ തന്നെ സാമ്പിളിംഗ് ഫ്രെയിം നമ്മൾ എന്ത് ചെയ്തു, എൻഷുർ ചെയ്യുന്നു. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ആൾവേസ് പോസിബിൾ ടു ആക്സസ് ടു ദ ഈച്ച് സബ്ജക്റ്റ് ഇൻക്ലൂഡിംഗ്